ഹലോ ഡിയർ ചിൽഡ്രൻ, എന്തൊക്കെ വിശേഷം? സുഖം തന്നെയല്ലേ? നിങ്ങൾക്ക് മാത്സ് ടഫ് ആണെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട. വളരെ 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 സിമ്പിൾ ആയിട്ട് ഞാൻ ഈ ചാനലിലൂടെ നിങ്ങളെ പഠിപ്പിക്കും. അതിന്റെ പുതിയ ചാനലാണ്, സബ്സ്ക്രൈബേഴ്സ് കുറവാന്നുള്ളത് നിങ്ങൾ ചിന്തിക്കേണ്ട. ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഓക്കെ, മാത്സ് ടഫ് ആവാനുള്ള ഒരേ ഒരു കാരണം എന്താ അറിയോ? നിങ്ങൾക്ക് കോൺസെപ്റ്റ് മനസ്സിലാവാത്തത് കൊണ്ടാണ്. കോൺസെപ്റ്റ് മനസ്സിലായാൽ നിങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാത്സിലെ എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്താ അറിയോ? ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ എക്സസൈസ് 1.2 റിയൽ നമ്പേഴ്സിലെ 1.2-ലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമ്മൾ എന്താ ക്വസ്റ്റ്യൻ എന്നറിയോ? ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അതിൽ കീവേഡ്സ് അങ്ങോട്ട് മാർക്ക് ചെയ്യണം. കാരണം എല്ലാം നമ്മളോട് മിസ്സായി പോകും. അപ്പോൾ ഇവിടെ കീവേഡ് എന്താ? ഒന്ന് √5, പ്രൂവ് ദാറ്റ് √5 ഈസ് ഇറേഷണൽ. ഒന്ന് √5 കീവേഡ് ആണ്. രണ്ടാമത്തത് ഇറേഷണൽ കീവേഡ് ആണ്. √5 ഇറേഷണൽ ആണ് പ്രൂവ് ചെയ്യണം. നമുക്കറിയാം എന്ത് √5 ഇറേഷണൽ ആണ്, √2 ഇറേഷണൽ ആണ്, √3 ഇറേഷണൽ ആണ്, √5 ഇറേഷണൽ ആണ് അല്ലേ? പക്ഷെ ഇവിടെ എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. നമ്മൾ പ്രൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? √5 ഈക്വൽ ടു ഇറേഷണൽ. അങ്ങനെ എഴുതി വെച്ചാൽ മതിയോ? എഴുതി വെച്ച സംഗതി നടക്കുമോ? ഇല്ല. അപ്പൊ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യണം? മാത്സിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് അങ്ങോട്ട് തെളിയിച്ചു കൊടുക്കണം. അപ്പൊ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമുക്കിത് ഇറേഷണൽ ആണെന്ന് പറയാനുള്ള വഴികളൊന്നും നമ്മുടെ മുന്നിലില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാന്നറിയോ? ഇതിനെ നമ്മൾ ഇതിന്റെ ഓപ്പോസിറ്റ് അങ്ങോട്ട് എടുക്കും. √5 ഈസ് ഇറേഷണൽ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇറേഷണൽ ഓപ്പോസിറ്റ് ആയിട്ട് എടുക്കും. എന്താണ് ഇറേഷണൽ ഓപ്പോസിറ്റ്? റേഷണൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ? ലെറ്റ് us assume the contrary that √5 ഈസ് റേഷണൽ. ഇറേഷണലിന്റെ നേരെ ഓപ്പോസിറ്റ് എടുത്തു. ഓക്കെ, നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് എടുക്കും. എന്നിട്ട് കുറച്ച് സ്റ്റെപ്സ് അങ്ങോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം എടുത്തത് എന്താണോ അതിന് നേരെ വിരുദ്ധമായിട്ടുള്ള കാര്യം നമുക്ക് ലാസ്റ്റ് കിട്ടും. ആ വിരുദ്ധമായിട്ടുള്ള കാരണം ലാസ്റ്റ് കിട്ടാനുള്ള കാരണം എന്താണ്? നമ്മൾ എടുത്തത് തെറ്റായി പോയത്. തെറ്റായതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇത് ഇറേഷണൽ. മനസ്സിലായിട്ടില്ലെങ്കിൽ ഇത് ചെയ്യുമ്പോൾ എന്തായാലും മനസ്സിലാവും. ഓക്കെ, അപ്പൊ നമുക്ക് ലെറ്റ് us assume the contrary that √5 ഈസ് ഇറേഷണൽ. അപ്പൊ √5 ഇറേഷണൽ ആണെങ്കിൽ നമുക്ക് ഏത് ഫോമിൽ എഴുതാൻ പറ്റും? √5 ഈസ് ഈക്വൽ ടു a/b അല്ലെ? ഏത് റേഷണൽ നമ്പറിനെ നമുക്ക് എന്ത് എഴുതാം? ഒരു നമ്പർ ഡിവൈഡ് ബൈ വേറെ നമ്പർ എന്ന് എഴുതാം. അതല്ലേ റേഷണൽ നമ്പർ? അപ്പൊ അതിന്റെ ജനറൽ ഫോം എന്താ? a/b. അപ്പൊ √5 റേഷണൽ ആണെങ്കിൽ എന്ത് എഴുതാൻ പറ്റും? a/b എന്ന് എഴുതാൻ പറ്റും. അപ്പൊ നമുക്ക് ഇവിടെ ഒരു കണ്ടീഷൻ വെക്കാം. എന്താണ്? ഇവിടെ ബോത്ത് a and b are കോപ്രൈംസ്. ഓക്കെ, എയും ബിയും ആരാണ്? കോപ്രൈം ആണ്. അപ്പോ എന്താ സംഭവം? കോപ്രൈം എന്ന് പറഞ്ഞാല് കോമൺ ആയിട്ട് ഒരു നമ്പറും അതിന് ഫാക്ടർ ഇല്ല. ഓക്കെ, അതിനുള്ള ഉദാഹരണമാണ് 2, 5. 2-ലും 5-ലും കോമൺ ആയിട്ട് ഒന്ന് മാത്രമേ ഉള്ളൂ അല്ലെ? വേറൊരു നമ്പറും ഇല്ല. അപ്പൊ ഇതിന് പറയുന്നതാണ് കോപ്രൈം. അതേസമയം നമുക്ക് 5ഉം 20ഉം 5ൽ 20ൽ കോമൺ ആയിട്ട് ആരുണ്ട്? 5 ഉണ്ട് അല്ലെ? അപ്പൊ അത് കോപ്രൈം അല്ല. പക്ഷെ ഇതാരാണ്? ഇത് കോപ്രൈം ആണ്. ഇതിന് കോമൺ ആയിട്ട് ആരുമില്ല. അതാണ് നമ്മൾ പറഞ്ഞത് ഇതിന് ലോവസ്റ്റ് ഫോമാന്നർത്ഥം. ഉദാഹരണത്തിന് 2/5 കോമൺ ആയിട്ട് ഒന്നുമില്ല, ലോവസ്റ്റ് ഫോമാണ്. അതേസമയം 8/20 കോമൺ ആയിട്ട് ആരുണ്ട്? 4 ഉണ്ട് അല്ലെ? അതിന്റെ ലോവസ്റ്റ് ഫോം അല്ല. ഇതിനെ നമുക്ക് ഇനിയും ചെറുതാക്കാൻ പറ്റും, ഇതിനെ ചെറുതാക്കാൻ സാധ്യമല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്നറിയോ? നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ കോപ്രൈം എടുത്തു. √5 ഈക്വൽ ടു a/b. ഇന്ന് ഞാൻ എന്ത് ചെയ്യാന്നറിയോ? ഈ ബീനെ ഇങ്ങോട്ടേക്ക് പിടിച്ചുകൊണ്ട് പോകുന്നു. ഓക്കെ, b √5 ഈസ് ഈക്വൽ ടു a. എന്ത് കുഴപ്പമുണ്ടോ? ബീനെ ഇങ്ങോട്ട് പിടിച്ചുകൊണ്ടായി. ഇത് നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഞാൻ അതിനെ a ഈക്വൽ ടു b √5. ഓക്കെ, അതായത് ഈ സാധനത്തെ ഒന്ന് തിരിച്ചിട്ടു, a ഈക്വൽ ടു b √5. ഇത് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ a² ഈക്വൽ ടു b √5² എന്ന് എഴുതാം. എന്താ ഞാൻ ഇവിടെ ചെയ്തേ? ഈ സാധനത്തിന് എന്ത് ചെയ്തു? സ്ക്വയർ ചെയ്തു രണ്ട് സൈഡിലും അല്ലെ? ആർക്കും കുഴപ്പമുണ്ടോ സ്ക്വയർ ചെയ്താലില്ല? സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്. അപ്പൊ ഞാൻ പിടിച്ച് സ്ക്വയർ ചെയ്തു. ഇനി അടുത്തത് എന്താ ചെയ്യാൻ പോകുന്നത് അറിയോ? അടുത്തത് a² ഈക്വൽ ടു ഇതിനെ സ്ക്വയറിന്, ഈ സ്ക്വയർ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്താൽ ആർക്കുള്ള സ്ക്വയർ വരും? b² ഇൻറ്റു 5 അല്ലെ? അല്ലെങ്കിൽ 5b² എന്ന് വരും. ഓക്കെ, അപ്പോ
എ സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ ഇൻറ്റു 5 എന്ന് വരും. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയോ നിങ്ങൾക്ക്? എ സ്ക്വയറിനെ ആര് ഡിവൈഡ് ചെയ്യുന്നു? 5 ഡിവൈഡ് ചെയ്യുന്നു. എ സ്ക്വയറിനെ ആര് ഡിവൈഡ് ചെയ്യുന്നു? 5 ഡിവൈഡ് ചെയ്യുന്നു. വേണമെങ്കിൽ ഒന്ന് തിരിച്ചിടാം, നിങ്ങൾക്ക് എന്താണ് കൺഫ്യൂഷൻ ആവേണ്ട. എ സ്ക്വയർ ഈക്വൽ ടു 5 ബി സ്ക്വയർ, ഈ സാധനം തിരിച്ചിട്ടു. എ സ്ക്വയർ ഈക്വൽ ടു 5 ബി സ്ക്വയർ. അപ്പോൾ എ സ്ക്വയറിനെ ആര് ഡിവൈഡ് ചെയ്യുന്നുണ്ട്? 5 ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെ മനസ്സിലായോ? നോക്കിക്കോളൂ. ഒരു ഉദാഹരണം പറഞ്ഞാൽ 4 സ്ക്വയർ എടുക്കാം. 4 സ്ക്വയർ ഈക്വൽ ടു 2 ഇൻറ്റു 8 എന്നെടുത്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4 സ്ക്വയറിനെ ആര് ഡിവൈഡ് ചെയ്യുന്നുണ്ട്? 2 ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ? 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 അല്ലേ? 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 16. 16 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 8 അല്ലേ? എന്ന് വെച്ചാൽ ഈ 4 സ്ക്വയറിനെ ആര് ഡിവൈഡ് ചെയ്യുന്നുണ്ട്? 2 ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ? അതുപോലെ നമുക്ക് എന്താ പറയാം? എ സ്ക്വയറിനെ ആര് ഡിവൈഡ് ചെയ്യുന്നു? 5 ഡിവൈഡ് ചെയ്യുന്നു. മനസ്സിലായില്ലേ പോയിന്റ്? അപ്പൊ നമുക്കിവിടെ എന്താ എഴുതാം? എ സ്ക്വയർ ഈസ് ഡിവൈഡഡ് ബൈ 5. എ സ്ക്വയറിനെ ആര് ഡിവൈഡ് ചെയ്യുന്നുണ്ട്? അല്ലെങ്കിൽ എ സ്ക്വയർ ഈസ് ഡിവിസിബിൾ ബൈ 5, അങ്ങനെ എഴുതാം. എ സ്ക്വയർ ഈസ് ഡിവിസിബിൾ ബൈ 5. ഓക്കെ. അപ്പോൾ വേറൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇവിടെ വരുന്നത് എന്താ അറിയോ? ഒരു നമ്പറിന്റെ സ്ക്വയർ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ നമ്പർ തന്നെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ. ഉദാഹരണത്തിന് നമ്മുടെ 4 സ്ക്വയർ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് 4നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. മനസ്സിലായോ? ഓക്കെ, പോയിന്റ് മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് എന്താ പറയാം? എ ഈസ് ഓൾസോ ഡിവിസിബിൾ ബൈ 5. എ ഈസ് ഓൾസോ ഡിവിസിബിൾ ബൈ 5. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? അതവിടെ വെക്ക്. ഓക്കെ. അത് നമുക്ക് എന്തായിട്ട് അറിയോ? ഇക്വേഷൻ 1. ഓക്കെ. ഇവിടെ നമുക്ക് എ ഓൾസോ ഡിവിസിബിൾ ബൈ 5 എന്ന് കിട്ടി അല്ലേ? എ ഡിവിസിബിൾ ബൈ 5 ആണെങ്കിൽ അവിടെ വേറൊരു നമ്പറും കൂടി കടന്നു വരും. ഏതുപോലെയെന്ന് അറിയോ? പിന്നെ ഇവിടെ നമുക്ക് ഞാൻ പറഞ്ഞുതരാം. എ ഈസ് ഓൾസോ ഡിവിസിബിൾ ബൈ 5 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ലെറ്റ് എ ഈക്വൽ ടു 5c. അതായത് എ 5 കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് ഇവിടെ വന്നു അല്ലെ? 5 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ അവിടെ മൾട്ടിപ്ലൈ ടു വേറെ നമ്പറും കൂടി വരും. മനസ്സിലായിനോ? ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോ 10 ഈസ് ഡിവിസിബിൾ ബൈ 2. 10 ഈസ് ഡിവിസിബിൾ ബൈ 2 എന്ന് പറഞ്ഞ അർത്ഥം അവിടെ വേറൊരു നമ്പറും കൂടി വരും എന്ന അർത്ഥം. ആരാണ് ആ നമ്പർ? ഇവിടെ വരുന്ന നമ്പർ 5 ആണ് അല്ലെ? വേറെ നമ്പർ കൂടി വന്നില്ലേ? അതുപോലെ എ ഈസ് ഡിവിസിബിൾ ബൈ 5 എന്ന് പറഞ്ഞാൽ അവിടെ വേറെ നമ്പർ കൂടി വരും. ആരാണത്? വേറൊരു സി വന്നു. ഓക്കെ. അപ്പൊ എ ഈക്വൽ ടു 5c എന്ന് കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് അറിയോ? ഇവിടെ നമുക്ക് എന്തെടുക്കാം? സി ഈസ് എൻ ഇൻറ്റീജർ. ഓക്കെ. സി ഈസ് എൻ ഇൻറ്റീജർ. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ 1 എന്ത് ചെയ്യാം? നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ. എ ഈക്വൽ ടു 5c എന്നുള്ളത് ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ 1. ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും എന്നറിയോ? ഈ സാധനം ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ്. അപ്പൊ എ കോര് എന്ത് കിട്ടും? 5c സ്ക്വയർ ഈക്വൽ ടു 5b സ്ക്വയർ. 5c സ്ക്വയർ ഈസ് ഈക്വൽ ടു 5b സ്ക്വയർ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 5ന്റെ സ്ക്വയർ 5 സ്ക്വയർ ഇൻറ്റു സി സ്ക്വയർ അല്ലേ? ഈക്വൽ ടു 5b സ്ക്വയർ. അതിന് നമ്മൾ ഒന്നും കൂടി മാറ്റി എഴുതിയാൽ 5 സ്ക്വയർ എത്രയാ? 25. സി സ്ക്വയർ ഈക്വൽ ടു 5b സ്ക്വയർ. 25c സ്ക്വയർ ഈക്വൽ ടു 5b സ്ക്വയർ. അവിടെ നമുക്ക് ആരെ ക്യാൻസൽ ചെയ്യാം? ഈ 5നെയും 25നെയും ക്യാൻസൽ ചെയ്യാം അല്ലെ? രണ്ടിനും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 കിട്ടും. ഇതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടുക? 5 കിട്ടും അല്ലെ? 5c സ്ക്വയർ ഈക്വൽ ടു എന്ത് കിട്ടി? b സ്ക്വയർ എന്ന് കിട്ടി അല്ലെ? 5c സ്ക്വയർ ഈക്വൽ ടു b സ്ക്വയർ എന്ന് പറഞ്ഞ അർത്ഥം
ഈ ബി സ്ക്വയർ ഡിവിസിബിൾ ആണ് ആരെ കൊണ്ട്? 5 കൊണ്ട്. ബി സ്ക്വയർ ഈസ് ഡിവിസിബിൾ ബൈ 5. ബി സ്ക്വയർ 5 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ ആരും കൂടി 5 കൊണ്ട് ഡിവിസിബിൾ ആണ്? ബി ഓൾസോ ഡിവിസിബിൾ ബൈ 5. ഇവിടെ നമുക്ക് കിട്ടിയില്ലേ, എ സ്ക്വയർ ഈസ് ഡിവിസിബിൾ ബൈ 5. അതുകൊണ്ട് ആരാണ്? എ ഈസ് ഓൾസോ ഡിവിസിബിൾ ബൈ 5. അപ്പോൾ അതുപോലെ ഇവിടെ നമുക്ക് എന്താ പറയാം, ബി സ്ക്വയർ, ഇഫ് ബി സ്ക്വയർ ഈസ് ഡിവിസിബിൾ ബൈ 5, ബി ഈസ് ഓൾസോ ഡിവിസിബിൾ ബൈ 5. മനസ്സിലായില്ലേ? ഇപ്പൊ നമുക്കൊരു കോൺട്രാഡിക്ഷൻ വന്നു. എന്താണെന്നറിയോ? അപ്പോ നമ്മൾ ആദ്യം എടുത്തത് എന്താണ്? എ ആൻഡ് ബി ആർ കോപ്രൈംസ്. എക്കും ബിക്കും കോമൺ ആയിട്ട് ഒരു നമ്പറും ഇല്ല. പക്ഷെ ഇവിടെ നമുക്ക് കിട്ടിയെന്താ അറിയോ? എ ഈസ് ഓൾസോ ഡിവിസിബിൾ ബൈ 5, ബി ഈസ് ഓൾസോ ഡിവിസിബിൾ ബൈ 5 എന്ന് പറഞ്ഞാൽ എന്താണ്? എക്കും ബിക്കും കോമൺ ആയിട്ട് ആരുണ്ട്? 5 ഉണ്ട് കിട്ടി. നമ്മൾ ആദ്യം എടുത്തത് അങ്ങനെ ഒരു വേറൊരു ഫാക്ടറേ ഇല്ല, കോമൺ ഫാക്ടറേ ഇല്ല. ഇവിടെ നമുക്ക് ഉണ്ട് കിട്ടി. കോൺട്രാഡിക്ഷൻ വന്നില്ലേ? കോൺട്രാഡിക്ഷൻ വരാൻ കാരണം എന്താ? നമ്മൾ എടുത്ത സംഗതി തെറ്റായിപ്പോയി. എന്താണ്? √5 ഈസ് റേഷണൽ എടുത്തു, അത് തെറ്റാണ്. ഓക്കെ, അപ്പൊ റേഷണൽ അല്ലെങ്കിൽ ആരായിരിക്കും? ഇറേഷണൽ ആയിരിക്കും. ഉത്തരത്തിലേക്ക് എത്തി. ഓക്കെ, ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒന്ന് ക്ലിയർ ആവും. എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ എന്താ കിട്ടിയെന്ന് വെച്ചാൽ എ ആൻഡ് ബി ഹാവിംഗ് കോമൺ ഫാക്ടർ, കോമൺ ഫാക്ടർ 5. ഓക്കെ, കോമൺ ഫാക്ടർ 5. അപ്പൊ നമുക്ക് എന്ത് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് കോൺട്രാഡിക്ഷൻ ഈസ് എറൈസൺ ബിക്കോസ് ഓഫ് അവർ wrong assumption. Okay, this contradiction is arisen because of our wrong assumption. So √5 is an irrational number. Okay, irrational number. ഒന്നുകൂടി റീക്യാപ്പ് ചെയ്തുതരാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. നമ്മളിവിടെ എന്താ ചെയ്താലോ, √5 ഇറേഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല, അതുകൊണ്ട് കോൺട്രഡിക്ഷൻ മെത്തേഡ് യൂസ് ചെയ്യും. മാത്സിൽ ഒരു പ്രൂവിങ് മെത്തേഡാണ് കോൺട്രഡിക്ഷൻ. എന്ന് വെച്ചാൽ ഇതിന്റെ ഓപ്പോസിറ്റ് അങ്ങോട്ട് എടുക്കും. √5 ഈസ് ഇറേഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? √5 റേഷണൽ ആണെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് എടുക്കും. ഓക്കെ, റേഷണൽ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? a/b ഫോമിൽ എഴുതാൻ പറ്റും. അപ്പൊ നമ്മൾ കുറച്ച് അതിന് അങ്ങോട്ട് ബീനെ ഇങ്ങോട്ട് മാറ്റിയിട്ട് പിന്നെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാച്ചാൽ എ സ്ക്വയർ ഈസ് ഡിവിസിബിൾ ബൈ 5 എന്ന് കിട്ടും, എ ഈസ് ഓൾസോ ഡിവിസിബിൾ ബൈ 5 എന്ന് കിട്ടും. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൽ നിന്നും എ 5 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ അവിടെ വേറെ നമ്പർ വരും, സി വരും. ഓക്കെ, എന്നിട്ട് അതിനെ നമ്മൾ സ്ക്വയർ ചെയ്യുന്നു, രണ്ട് ഭാഗത്ത് സ്ക്വയർ ചെയ്യുന്നു. അപ്പോൾ അല്ല, ഇതിലേക്ക് ഈ എ ഈക്വൽ ടു 5c എന്നുള്ളത് നമ്മൾ ഇതിലേക്ക് കൊണ്ടുപോയിടും, ഈ ഇക്വേഷനിലേക്ക് കൊണ്ടുപോയിടും. അല്ലെങ്കിൽ സ്ക്വയർ ചെയ്താൽ മതി, രണ്ടും കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ബി സ്ക്വയർ ഈസ് ഡിവിസിബിൾ ബൈ 5 എന്ന് കിട്ടും. പിന്നെ എന്നിട്ടും ബി ഈസ് ഓൾസോ ഡിവിസിബിൾ ബൈ 5 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയത് എയും 5 കൊണ്ട് ഡിവിസിബിൾ ആണ്, ബിയും 5 കൊണ്ട് ഡിവിസിബിൾ ആണ്. എന്ന് വെച്ചാൽ എക്കും ബിക്കും കോമൺ ആയിട്ട് ആരുണ്ടെന്ന് കിട്ടി? 5 ഉണ്ടെന്ന് കിട്ടി. നമ്മൾ ഫസ്റ്റ് എടുത്തത് എന്താണ്? എക്കും ബിക്കും കോമൺ ആയിട്ട് ഒരു നമ്പറും ഇല്ല എന്നെടുത്തു. ഓക്കെ, അപ്പൊ ഈ ഒരു ഒറ്റ പാരഗ്രാഫിൽ തന്നെ ഒരു കോൺട്രഡിക്ഷൻ വന്നു. ആദ്യം ഇല്ല എന്ന് പറഞ്ഞു, പിന്നെ ഉണ്ട് എന്ന് കിട്ടി. ആ കോൺട്രഡിക്ഷൻ വരാനുള്ള കാരണം എന്താണ്? നമ്മളെടുത്ത അസംപ്ഷൻ തെറ്റാണ്. എന്ത്? √5 ഈസ് ഇറേഷണൽ തെറ്റാണ്. അപ്പൊ ഇതാരാണ്? ഇറേഷണൽ ആണ്. നിങ്ങൾ സിംപ്ലി ഇതൊന്ന് മനസ്സിലാക്കുക. ഇതൊന്ന് 3-4 പ്രാവശ്യം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വളരെ എളുപ്പമായിട്ട് മാറും. മാത്രമല്ല, ഈ √5ന്റെ സ്ഥാനത്ത് വേറെ ഏത് നമ്പർ വന്നാലും ഇതേ മെത്തേഡ് തന്നെ ചെയ്യാം. √2 √3 √7 എത്ര വന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഒരു മെത്തേഡിൽ ആൻസർ കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, ഇത് കുറച്ച് എന്താണ് കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നും, പക്ഷേ കോംപ്ലിക്കേറ്റഡ് അല്ല. നിങ്ങളൊന്ന് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക, റിപ്പീറ്റ് ചെയ്യുക, പെട്ടെന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ നമ്പർ 2ലേക്ക് പോകാം. ഓക്കെ.